ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന ടോപ്പിക്കുമായിട്ടുള്ള വീഡിയോസുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് വേവ്സ് ആൻഡ് ഓസിലേഷൻ്റെ ഒരു ടോപ്പിക് വീഡിയോ എടുത്തു. ദെൻ വേവ്സ് നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് +2 സിലബസ് ഉള്ളവർക്ക് വേവ്സ് ആൻഡ് ഓസിലേഷൻ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ വിത്ത് യൂണിഫോം സ്പീഡ്, ഇറ്റ്സ് മോഷൻ ഈസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലറിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പീരിയോഡിക് ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓപ്ഷൻ ബി പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക്, ഓപ്ഷൻ സി എ പീരിയോഡിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കുലർ മോഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ അതിൻ്റെ കൂടെ തന്നെ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്താണ്? യൂണിഫോമാണ്, യൂണിഫോം സ്പീഡ്. സോ നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു മോഷൻ SHM ആണോ ദെൻ പീരിയോഡിക് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ SHM ആവാനുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ A ഈസ് പ്രപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ യൂണിഫോം സ്പീഡ് ആയതുകൊണ്ട് അതിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അഥവാ dv/dt ഈസ് ഈക്വൽ ടു 0. അപ്പം ആക്സിലറേഷൻ A പ്രപ്പോർഷണൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ ഇതെന്തല്ല, ഇത് SHM അല്ല. ഇനി പീരിയോഡിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈ ഒരു മോഷനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഒരു സർക്കുലർ മോഷനാണ്, യൂണിഫോം സ്പീഡാണ്. സോ ഇതെന്താണ്? ഒരു പീരിയോഡിക് മോഷനാണ്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ SHM? അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട്. ആ ഓപ്ഷനിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഓപ്ഷൻ ബി പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. അടുത്തത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, ഓപ്ഷൻ ഡി പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പോൾ ഒരു 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഏതാണെന്നാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ പെൻഡുലം സസ്പെൻഡഡ് ഫ്രം ദ സീലിംഗ് ഓഫ് എ ട്രെയിൻ ഹാസ് എ പീരീഡ് T when the train at rest. When the train is accelerating with a uniform acceleration A, the period of oscillation will. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു ട്രെയിനിൻ്റെ റൂഫിൽ സീലിങ്ങിൽ ഒരു പെൻഡുലം ഉണ്ട്. അപ്പം ഈ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ട്രെയിൻ റെസ്റ്റിലായിരിക്കുമ്പോൾ T ആണ്. അങ്ങനെയെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ഈ ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഇൻക്രീസ്, ഓപ്ഷൻ ബി ഡിക്രീസ്, ഓപ്ഷൻ സി റിമൈൻസ് അൺഅഫക്റ്റഡ്, ഓപ്ഷൻ ഡി ബിക്കം ഇൻഫൈനൈറ്റ്. സോ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രെയിന് റെസ്റ്റിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ടൈം പീരീഡ് T ആണ്. അപ്പോൾ ഈ ട്രെയിന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു സ്യൂഡോ ആക്സിലറേഷൻ പെൻഡുലം ട്രെയിനെതിരെ പ്രയോഗിക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരു സ്യൂഡോ ആക്സിലറേഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ കൂടുന്നുണ്ട്. സോ നമുക്കറിയാം ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ അഥവാ G. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആക്സിലറേഷൻ ഇവിടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈം പീരീഡ് എന്ത് ചെയ്യണം? കുറയണം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഡിക്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഡാഷ് അറ്റ് ഇറ്റ്സ് മെയിൻ പൊസിഷൻ. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അതിൻ്റെ വെലോസിറ്റി മെയിൻ പൊസിഷനിലെത്തുമ്പോൾ എന്താണ് ആവുമെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മാക്സിമം, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി സെയിം അറ്റ് ഓൾ, ഓപ്ഷൻ ഡി 0. ഇപ്പോൾ നമ്മളിത് ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് മാക്സിമം എവിടെയൊക്കെയാണ് മിനിമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മെയിൻ പൊസിഷനിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആവുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ
മാക്സിമം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ത്രൂ വിച്ച് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആർ ദ റേഡിയോ വേവ്സ് സെൻഡ് വൺ പ്ലേസ് ടു അനദർ? ഇപ്പോൾ റേഡിയോ വേവ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യാനുള്ള എന്ത് മീഡിയ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാറ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ ബി സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ സി സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. അപ്പോൾ നമുക്കറിയാം റേഡിയോ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് നോക്കാം. സോ ഈ ഒരു 3 രീതിയിലും ഗ്രൗണ്ടിലും സ്കൈയിലും സ്പേസിലും നമുക്ക് എന്ത് ചെയ്യാം, റേഡിയോ വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ദ ചേഞ്ച് ഇൻ ദെയർ ടൈം പീരീഡ് വെൻ ദേ ആർ ടേക്കൺ ടു മൂൺ? ഓപ്ഷൻ എ സിമ്പിൾ പെൻഡുലം, ഓപ്ഷൻ ബി ഫിസിക്കൽ പെൻഡുലം, ഓപ്ഷൻ സി എ ടോർഷണൽ പെൻഡുലം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ താഴെ ഒരു 3 പെൻഡുലം തന്നിട്ടുണ്ട്. ഈ ഒരു പെൻഡുലം മൂണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ടൈം പീരീഡിൽ ചേഞ്ച് ഉണ്ടാവാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ എർത്തിനെയും മൂണിനെയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫറൻ്റ് ആണ്. ഭൂമിയിൽ കൂടുതലാണ്, ചന്ദ്രനിൽ കുറവാണ്. സോ അപ്പം ഈ ഒരു 3 പെൻഡുലത്തെ മൂണിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതിനാണ് അതിൻ്റെ ടൈം പീരീഡിൽ ചേഞ്ച് ഉണ്ടാവാത്തത് എന്നാണ് ചോദിച്ചത്. സോ ഇവിടെ സിമ്പിൾ പെൻഡുലവും ഫിസിക്കൽ പെൻഡുലവും അതിൻ്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷേ ഒരു ടോർഷണൽ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T ഈസ് ഈക്വൽ ടു 2π√I/c എന്നാണ്. സോ അപ്പോൾ ഈ ഒരു കേസിൽ പിന്നെ എന്ത് എഫക്റ്റ് ചെയ്യുന്നില്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജി എന്നൊരു ടേം ഈ ഒരു ഇക്വേഷനിൽ വരുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എ ടോർഷണൽ പെൻഡുലം. അപ്പോൾ ടോർഷണൽ പെൻഡുലത്തിനാണ് മുകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഏത് ഗ്രഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സാറ്റലൈറ്റ് ആയിക്കോട്ടെ അങ്ങോട്ട് പോകുമ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വാല്യൂ ഓഫ് ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അഥവാ അവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡിൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എ ടോർഷണൽ പെൻഡുലം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് വിസിബിൾ ലൈറ്റ്? ഇപ്പോൾ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് റേഞ്ചാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 4 × 10⁻⁷ മീറ്റർ ടു 8 × 10⁻⁷ മീറ്റർ. നെക്സ്റ്റ് 4 × 10⁻⁶ മീറ്റർ ടു 8 × 10⁻⁸ മീറ്റർ. ദെൻ 4 × 10⁵ മീറ്റർ ടു 8 × 10⁻⁹ മീറ്റർ. ഓപ്ഷൻ ഡി 4 × 10⁻10 മീറ്റർ ടു 8 × 10⁸ മീറ്റർ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് വേവ് ലെങ്ത്തിൻ്റെ പിന്നെ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച്, അഥവാ ഈ 700 756 വരെ പോകുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 4 × 10⁻⁷ മീറ്റർ ടു 8 × 10⁻⁷ മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ വേവ് ഫ്രീക്വൻസി ഡബിൾസ് ആൻഡ് ഇറ്റ്സ് സ്പീഡ് സ്റ്റേസ് കോൺസ്റ്റൻറ്റ് ദെൻ ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഒരു വേവിൻ്റെ ഫ്രീക്വൻസി ഡബിൾ ആവുന്നുണ്ട്, ദെൻ അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിൻ്റെ വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഹാഫ്ഡ്, ഓപ്ഷൻ ബി ഓൾസോ ഡബിൾസ്, ഓപ്ഷൻ സി അൺചേഞ്ച്ഡ്, ഓപ്ഷൻ ഡി നൗ 4 × ലോങ്ങർ, അത് 4 ടൈംസ് കൂടും എന്നാണ് പറയുന്നത്. സോ നമുക്ക് സിയുടെ ഇക്വേഷൻ അഥവാ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. സോ നമുക്ക് ഇതിന്ന് ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഇഫ് വേവ് ഫ്രീക്വൻസി ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്, അഥവാ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് v/λ എന്ന് എഴുതാം. സോ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി കൂടുക എന്നുണ്ടെങ്കിൽ എന്ത് കുറയണം, വേവ് ലെങ്ത് കുറയണം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഹാഫ്ഡ് ആണ്. സോ എന്താണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ വേവ് ലെങ്ത് ഇവിടെ ഫ്രീക്വൻസി ഡബിൾ ആവുമ്പോൾ എന്ത് ഹാഫ് ആവുന്നുണ്ട്, വേവ് ലെങ്ത് ഹാഫ് ആവുന്നുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 pendulums have time period T and 5T/4. They start SHM at the same time from the mean position. What will be the
phase difference between them after the bigger pendulum has complete one oscillation. ഇപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് പെൻഡുലം ഉണ്ട്. രണ്ട് പെൻഡുലവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ മെയിൻ പൊസിഷനിൽ നിന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഒന്നാമത്തേതിൻ്റെ ടൈം പീരീഡ് ടി ആണ്, രണ്ടാമത്തിൻ്റെ ടൈം പീരീഡ് 5t/4 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഫസ്റ്റത്തേത് ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ മറ്റേത് രണ്ടാമത്തേതുമായിട്ടുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്, ഫേസ് ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോ നമുക്കിവിടെ ഒന്നാമത്തെ പെൻഡുലം ഫസ്റ്റ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ടി ആണ്. രണ്ടാമത്തെ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. ടൈം പീരീഡ് 5t/4 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 45 ഡിഗ്രി, ഓപ്ഷൻ ഡി 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 5t/4 നമുക്ക് എന്താക്കി മാറ്റിയതാം, t+t/4 ആക്കി എഴുതാം. t+t/4 എന്ന് പറഞ്ഞാൽ 4t + t 5t ആയി /4. അപ്പോൾ സെയിം ആണ്, 5t/4 തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ടിയും രണ്ടാമത്തെ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് t+t/4 ആണ്. സോ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1/4 ടൈമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒന്നാമത്തെ പെൻഡുലം ഒരു 1/4 ഫേസ് കൂടെ, അതായത് 90 ഡിഗ്രി കൂടെ മുന്നോട്ട് എത്തിയിരിക്കും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു ഓസിലേഷനിലാണ് ഒരു ഫേസ്, അതായത് 90 ഡിഗ്രി മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ട് ഓസിലേഷൻ ആകുമ്പം ഈ 90 ഡിഗ്രി എത്ര ആയിട്ട് മാറും, 180 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ റിപ്പീറ്റ് അടിച്ച് കുറേ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യനാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the time period of a spring oscillating simple harmonically is option A t is equal to 2 pi root of m by k, option B t is equal to 2 pi root of k by m, option C t is equal to 2 pi into root of m by 2k, option D t is equal to 2 pi into root of 2k by m. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു സ്പ്രിങ് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടി ഈസ് ഈക്വൽ ടു 2 pi root of m by g എന്നൊരു ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ x/g എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ടി ഈസ് ഈക്വൽ ടു 2 pi root of m by k ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് SHMൽ ഉണ്ടാകുന്ന ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ ആണ്. ടി ഈസ് ഈക്വൽ ടു 2 pi root m by k യും ടി ഈസ് ഈക്വൽ ടു 2 pi root x/g യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് SHM? x ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ടി ഈസ് ഈക്വൽ ടു ടൈം, എ ബി ആൻഡ് സി ആർ നോൺ നെഗറ്റീവ് ആൻഡ് റിയൽ പാരാമീറ്റേഴ്സ് വിച്ച് ആർ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടി ടൈം ആണ്, എ ബി ആൻഡ് സി ആർ കോൺസ്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് SHMൻ്റെ ഇക്വേഷൻ എന്നാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ എ d²x/dt² മൈനസ് AX ഈസ് ഈക്വൽ ടു 0, ഓപ്ഷൻ ബി d²x/dt² പ്ലസ് AX ഈസ് ഈക്വൽ ടു 0, ഓപ്ഷൻ സി d²x/dt² മൈനസ് bx² ഈസ് ഈക്വൽ ടു 0, ഓപ്ഷൻ ഡി d²x/dt² പ്ലസ് c ഇൻറ്റു റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി d²x/dt² പ്ലസ് AX ഈസ് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സിമ്പിൾ പെൻഡുലം ഈസ് സസ്പെൻഡഡ് ഫ്രം ദ റൂഫ് ഓഫ് എ ലിഫ്റ്റ് വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവാർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ a where a is less than g, then the time period is given by t is equal to 2 pi into root l by g, where g is equal to option a g minus a, option b g plus a, option c g, option d
റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ലിഫ്റ്റിൻ്റെ റൂഫിൽ ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ലിഫ്റ്റ് താഴോട്ട് ഇറങ്ങുമ്പോൾ അതിനുണ്ടാവുന്ന ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി എന്നാണ്. അതിൽ ജിയുടെ വാല്യൂ ജി ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചത്. സോ ലിഫ്റ്റ് താഴേക്കാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, വേർ ജി ഈസ് ഈക്വൽ ടു ജി മൈനസ് എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ വിച്ച് ഈസ് എക്സിക്യൂട്ടിംഗ് SHM in the horizontal plane with an amplitude A. If the coefficient of friction is mu, the block just started to slip when the frequency of oscillation is. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ടേബിളിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ഓസിലേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു മ്യൂ എന്ന് പറഞ്ഞ ടേം വരുന്നത്, ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വരുന്നുണ്ട്, മ്യൂ എന്നൊരു ടേം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് ഫ്രീക്വൻസി അറിയാം, F is equal to 1/t എന്നാണ്, അത് 1 ടൈം പീരീഡ്. സോ ഈ ഒരു കേസിൽ ഇവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് T is equal to 2π റൂട്ട് ഓഫ് A/μg എന്നാണ്. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. ഫ്രീക്വൻസി 1/t ഈസ് ഈക്വൽ ടു 1/2π. ഈ ഒരു ടേം എന്തായിട്ട് മാറുന്നുണ്ട്, μg ഡിവൈഡ് ബൈ എ, റൂട്ട് ഓഫ് μg ഡിവൈഡ് ബൈ എ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ചോദിച്ച് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മാസ് ഈസ് സസ്പെൻഡഡ് ബൈ മീൻസ് ഓഫ് 2 coiled spring which have the same length in unstructured condition. Their constant are K1 and K2 respectively. Then set into vertical vibration. The period will be. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരേ ലെങ്ത്ത്, അൺസ്ട്രക്ചർ ആകുമ്പോൾ ഒരേ ലെങ്ത്തുള്ള 2 സ്പ്രിങ്ങിൻ്റെ മെയിൻ പൊസിഷനിൽ നടുവിലായിട്ട് ഒരു മാസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം അതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. സോ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും പാരലലായിരിക്കും ഈ ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി പാരലലിൻ്റെ ഇക്വേഷൻ, പാരലലിൽ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ഉണ്ടാകുമ്പോൾ ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 2π ഇൻറ്റു റൂട്ട് എം ഡിവൈഡ് ബൈ K1 ഇൻറ്റു K2. ഓപ്ഷൻ ബി 2π ഇൻറ്റു റൂട്ട് എം ഇൻറ്റു K1 ഡിവൈഡ് ബൈ K2. ഓപ്ഷൻ സി 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ഡിവൈഡ് ബൈ K1 മൈനസ് K2. ഓപ്ഷൻ ഡി 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ഡിവൈഡ് ബൈ K1 പ്ലസ് K2. സോ നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ ഓപ്ഷൻ ഡി 2π ഇൻറ്റു എം ഡിവൈഡ് ബൈ K1 പ്ലസ് K2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പ്രിംഗ് ഹാസ് എ സർട്ടൈൻ മാസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ് ആൻഡ് ഇറ്റ്സ് പീരീഡ് ഫോർ വെർട്ടിക്കൽ ഓസിലേഷൻ ഈസ് T1. The spring is now cut into 2 equal halves and the same mass is suspended from one of the halves. The period of vertical oscillation is now T2. The ratio of T2 by T1 is. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു സ്പ്രിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓസിലേറ്റ് ചെയ്തപ്പം അതിനൊരു ടൈം പീരീഡ് T1 ഉണ്ടായിരുന്നു. അടുത്തത് ഈ ഒരു സ്പ്രിങ് 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ നടുവിലാണ് നമ്മൾ ഈ സെയിം മാസ് സസ്പെൻഡ് ചെയ്തത്. അഥവാ സ്പ്രിങ് എങ്ങനെയാണ് പാരലലായിട്ടാണ് കൊടുത്തത്. സോ ഈ മാസ് ഇവിടെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇതിനുണ്ടാവുന്ന ടൈം പീരീഡ് T2 ആണ്. അങ്ങനെയെങ്കിൽ T2 ഉം T1 തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ ഫസ്റ്റ് കേസിൽ T1ൻ്റെ ടൈം പീരീഡ്, ഫസ്റ്റ് കേസിൽ ടൈം പീരീഡ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ ആണ്. ഇനി സെക്കൻഡ് കേസിൽ T2 എന്ന കേസിൽ T2 ഈസ് ഈക്വൽ ടു 2π. ഇപ്പോൾ ഇവിടെ 2 സ്പ്രിങ് കോൺസ്റ്റൻറ്റ് വരും. സോ നമുക്ക് തൊട്ട് മുന്നേ ക്വസ്റ്റനിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. ദെൻ T ഈസ് ഈക്വൽ ടു 2π എം ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്തായിട്ട് മാറുന്നുണ്ട്, T2 ഈസ് ഈക്വൽ ടു 2π റൂട്ട് എം ഡിവൈഡഡ് ബൈ 2k. ദെൻ T1 ഈസ് ഈക്വൽ ടു 2π റൂട്ട് എം ബൈ കെ. നമ്മൾ T2 ബൈ T1ൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. സോ നമുക്ക്
ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യാം. ഇവിടെ മുകളിലത്തെ കേസിൽ 2π കട്ട് ചെയ്യും. ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, ദെൻ ഇവിടെ ഒരു കെ ഉണ്ട്, ഇവിടെ ഒരു 2k ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് √1/2 ആണ്. ഓക്കെ, ഇവിടെ T2/T1 ഈസ് ഈക്വൽ ടു √1/2. അപ്പോൾ ഇതിനെ 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 പുറത്ത് വരുമ്പോൾ 1/√2. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാണ്? 1/√2 വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിഫൻസ് എക്സാമുകളിൽ. അത് വെച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ട് വരാൻ സാധ്യതയുള്ളൂ. സോ നമുക്കിനി ഇതുപോലൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 identical springs of constant K are connected in series and parallel as shown in the figure. A mass m is suspended from them. The ratio of their frequencies of vertical oscillation will be. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് പാരലലായിട്ടും ഒന്ന് സീരീസ് ആയിട്ടാണ് നമുക്ക് തന്നത്. ഇവിടെ സീരീസ് ആയിട്ട് തന്നിട്ടുണ്ട്, പാരലായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസീസ് തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:2, ഓപ്ഷൻ സി 1:4, ഓപ്ഷൻ ഡി 4:1. അപ്പോൾ ഇവിടെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത് സീരീസ് ടു പാരലലിൻ്റെതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നത്? സീരീസ് ആൻഡ് പാരലൽ ഈ ഓർഡറിലാണ് തന്നത്. സോ അങ്ങനെ ആകുമ്പോൾ സീരീസിൻ്റെയും പാരലലിൻ്റെയും റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ട, നിങ്ങളെന്താ അതിൻ്റെ ആൻസർ മാത്രം പഠിച്ചു. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിന് ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്തിട്ട് എഴുതാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഫിക്സഡ് ആയിട്ട് ഇതുപോലെ തന്നെ ചോദിക്കുന്ന റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ്. സോ അതിൻ്റെ ആൻസർ മാത്രം ഓർത്ത് വെക്കുക. സോ നമുക്ക് ചെയ്തു തുടങ്ങാം എങ്ങനെയാണ് ഇതിങ്ങോട്ട് കിട്ടുന്നതെന്ന്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഫ്രീക്വൻസിയുടെ റേഷ്യോ ആണ്. നമുക്ക് ഫ്രീക്വൻസി ഡയറക്റ്റായി കിട്ടില്ല. നമുക്ക് ആദ്യം ഇതിൻ്റെ ടൈം പീരീഡ് കാണാം. സോ ടൈം പീരീഡ് ഫോർ എ സീരീസിൻ്റെ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π × m × K1 + K2 ഡിവൈഡഡ് ബൈ K1 × K2 ആണ്. അടുത്തത് പാരലലിൻ്റെ ടൈം പീരീഡ് കാണുന്നത് 2π × √m ഡിവൈഡഡ് ബൈ K1 + K2 ആണ്. സോ അപ്പോൾ ഇവിടെ ഈ K1ഉം K2യുടെ ഒക്കെ വാല്യൂ എന്താണ്? K ആയിട്ടാണ് കൊടുത്തത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? TS ഈക്വൽ ടു ഇവിടെ 2π √m × K1 + K2 എന്ന് പറയുന്നത് രണ്ടും K ആണ്, 2K ആണ്. സോ m × 2K ഡിവൈഡഡ് ബൈ ഇവിടെ K1 × K2 അഥവാ ഇവിടെ K × K K² ആണ്, ഡിവൈഡഡ് ബൈ പാരലലിൻ്റേത് ഇവിടെ 2π × √m ഡിവൈഡഡ് ബൈ K1 + K2 അഥവാ അതും 2K ആണ്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ കുറേ ടേം ഉണ്ട്. 2π ഇവിടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ റൂട്ടിനകത്ത് ഇവിടെ m ഉണ്ട്, ഇവിടെ m ഉണ്ട്. ദെൻ ഇവിടെ മുകളിൽ 2K ഉണ്ട്, താഴെ ഒരു K² ഉണ്ട്, ഇവിടെ ഒരു 2K ഉണ്ട്. അപ്പം ഈ ഒരു K കട്ട് ചെയ്യാം, Kയും ഇവിടുത്തെ ഒരു Kയിലെ സ്ക്വയറും കട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ ഒരു മുകളിലൊരു 2K ഉണ്ട്, ഈ 2Kയും ഈ Kയും നമുക്ക് കട്ട് ചെയ്യാം. സോ 2 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന ടേം 1 ആണ്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്തത് ഇവിടെ വരുന്നത് 1/√1/2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം അപ്പം നമ്മളിതിനെ ഈ ഒരു ടേമിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ഈ ഒരു √2 ഈ ഒരു 2 മുകളിലോട്ടാണ് പോകുന്നത്. സോ 4 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് TS/TP ആണ്. ഓക്കെ, ഇവിടെ TS/TP ആണ് √4/1 എന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പം 1/T ആണ്. സോ ഇതിന് മൊത്തമായിട്ട് ഫ്രീക്വൻസിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഈ ഒരു ടേം എങ്ങനെ വരും? FS ഡിവൈഡഡ് ബൈ FP ഈസ് ഈക്വൽ ടു √1/4 ആവും.
സോ ഈ ഒരു ടേമിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ റൂട്ട് 1ൻ്റെ വാല്യൂ 1 ആണ്. ദെൻ അടുത്തത് റൂട്ട് 4ൻ്റെ വാല്യൂ 2 ആണ്. സോ നമ്മുടെ റേഷ്യോ 1:2 ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി 1:2. അപ്പോൾ ഇവിടെ ചെയ്തത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ഫ്രീക്വൻസിയാണ് കാണാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ നമുക്ക് ആദ്യം അതിൻ്റെ ടൈം പീരീഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. സോ ടൈം പീരീഡ് നമ്മൾ കണ്ടു, രണ്ടിൻ്റെയും ടൈം പീരീഡ് കണ്ടു. ദെൻ അത് നമ്മൾ ഫ്രീക്വൻസി എടുത്തു. ഇവിടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണ്. അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തത്. സോ നമുക്ക് കിട്ടിയ വാല്യൂ 1/2 ആണ്. സോ നമ്മുടെ ഫ്രീക്വൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് സീരീസ് ടു പാരലലിൻ്റെ റേഷ്യോ ആണ് 1:2. നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ പാരലൽ ടു സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താവും? 2:1 ആയിട്ട് മാറും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇതുപോലെ റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ ചെയ്യാനും നിൽക്കേണ്ട, എന്താണ് കറക്റ്റ് ആൻസർ നോക്കുക, ഡയറക്റ്റായിട്ട് എക്സാമിന് പിക്ക് ചെയ്യുക. സോ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓസിലേഷൻ എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. സോ ഈ ഒരു ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ ഭാഗത്തുനിന്ന് വരുന്ന മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആർമി, നേവി, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ ചാനലിൻ്റെ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ എക്സാമിന് ഇതൊരു ഉപകാരപ്രദമാവട്ടെ. ദെൻ ഞാനിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളിൽ വരുന്ന ടോപ്പിക്ക് MNSൽ വരുന്നുണ്ട്, AFCAT വരുന്നുണ്ട്, CDSന് വരുന്നുണ്ട്. സോ ആ വീഡിയോസ് ഞാൻ അവരുടെ പ്ലേലിസ്റ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. സോ അവർ ആ വീഡിയോസ് കാണാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെയും ജയ് ഹിന്ദ്.